എൻ്റെ ആ ദേഹിയെയും എൻ്റെ ദേഹത്തെയും ചേർത്ത് ബൈബിൾ വിളിക്കുന്നൊരു പദമുണ്ട്. വൈ ഡസ് ദ ചർച്ച് എക്സിസ്റ്റ്? ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുക. എന്തിനായിട്ടാണ് ഒരു സഭ ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നത്? എന്തിനാണ് കർത്താവ് ഒരു സഭയായി നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ഒരു ലോക്കൽ ചർച്ചാണ്. തിരുവനന്തപുരത്തിൻ്റെ പട്ടണത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഞായറാഴ്ച രാവിലെ ഒരു കെട്ടിടത്തിൽ കൂടി വരുന്നു. ഒരു ലോക്കൽ അസംബ്ലിയാണിത്. പക്ഷേ ഒരു ലോക്കൽ അസംബ്ലിയെ തന്നെയാണെങ്കിലും ദൈവം എന്തിനായിട്ട് ഇവിടെ സ്ഥാപിച്ചു? ഇതൊരു ചോദ്യമാണ്. വൈ ഡു വി എക്സിസ്റ്റ്? നമ്മൾ എന്തിനായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? ഒരു പക്ഷേ നമുക്ക് പോകാൻ വേറെ ചർച്ചകൾ ഇല്ലാഞ്ഞിട്ടാണോ? നമുക്ക് ഞായറാഴ്ച രാവിലെ ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? എന്തിനാണ് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി ഇവിടെ കൊണ്ടുവന്നത്? അത് ആസ് എ ലോക്കൽ ചർച്ച് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അതിനേക്കാളും മുമ്പേ ഒരു ദൈവസഭ ഒരു ദേശത്ത് ഒരു പ്രദേശത്ത് ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം. ദ ചർച്ച് എക്സിസ്റ്റ് ടു പ്രൊമോട്ട് ദ വർഷിപ്പ് ഓഫ് ഗോഡ്. ദൈവിക ആരാധനയെ പ്രൊമോട്ട് ചെയ്യാനാണ് ആദ്യം ദൈവസഭ. ശരിയാണോ? നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വരുമ്പോൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുന്നു. സോ ചർച്ച് ഈസ് ദേർ ടു പ്രൊമോട്ട് ദ വർഷിപ്പ് ഓഫ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുക. അടുത്തത് ടു പ്രൊമോട്ട് ദ ഇന്നർ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്. എൻ്റെ ആത്മമനുഷ്യൻ, എൻ്റെ അകത്തെ മനുഷ്യൻ ജീവിച്ചു വരണം. എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. എൻ്റെ അകത്തെ മനുഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ, അല്ലേ? വാട്ട് ഐ ആം ഈസ് ട്രൂലി മൈ ഇന്നർ മാൻ. ശരിയല്ലേ? നിങ്ങളിപ്പോൾ എന്നെ നോക്കുമ്പോൾ ഒരു 6 അടി 1 ഇഞ്ചാണെന്ന് തോന്നുന്നു. ഞാൻ 6 അടിക്കും ശേഷം പിന്നെ ഞാൻ അളന്നിട്ടില്ല. ഓക്കെ, അത്രയും നീളമുള്ളൊരു മെലിഞ്ഞ മനുഷ്യൻ. പണ്ടുകൾ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വെച്ചിട്ട് പ്രായമൊക്കെ തോന്നിക്കുന്നത്. ഇതാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോഴും അങ്ങനെ. പക്ഷേ നമ്മുടെ ഈ രൂപമല്ല വിഷയം, ഈ ശരീരവുമല്ല വിഷയം. ഞാനൊരു ആത്മാവാണ്. ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തരും ആത്മാവാണ്. ഞങ്ങളെ കേൾക്കുന്നവർ ഓരോ ആത്മാക്കളാണ്. അങ്ങനെയെങ്കിൽ ഈ ആത്മമനുഷ്യൻ, എൻ്റെ അകത്തെ മനുഷ്യൻ, അല്ലേ? ഈ ആത്മാവ് നിത്യമാണ്, എറ്റേണൽ, അല്ലേ? ഒരിക്കലും ഈ ആത്മാവ് മരിക്കുന്നില്ല. ഓർക്കണം, ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ആത്മാവിനൊരു മരണം സംഭവിച്ചാണ് നമ്മൾ ജനിച്ചത് തന്നെ, അല്ലേ? അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു നാം. ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള നമ്മൾ ഒരു ദിവസം വീണ്ടും ജീവിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നത്. പക്ഷേ അങ്ങനെ തീർന്നാൽ ഇനി ഈ ആത്മാവിന് ഒരു തരത്തിലും മരണമില്ല. പക്ഷേ ശരീരത്തിനൊരു മരണമുണ്ട്. അതൊരു ദിവസം തീർച്ചയായിട്ടും നമ്മളെല്ലാം മരിക്കും, നമ്മളെ കൊണ്ട് അടക്കുകയും ചെയ്യും. അത് വിഷയമല്ല. പക്ഷേ ശരീരം മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് മണ്ണിലേക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷേ ആത്മാവ് എവിടെ നിന്ന് വന്നോ, ആര് ഈ ആത്മാവിനെ തന്നോ, അവങ്കിലേക്ക് മടങ്ങി ഈ ആത്മാവ് പോവും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോഴാണ് പൗലോസ് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് നമ്മൾ അങ്ങ് ചേരുന്നു, അവിടെ ആത്മാവ് പോയി ചേരുന്നു. അപ്പം എൻ്റെ വിഷയം, അപ്പം ഈ ഇന്നർ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പം ഞാൻ എത്ര ആരോഗ്യത്തോടെ ജീവിച്ചു, ഞാൻ എത്ര സമ്പന്നനായിട്ട് ജീവിച്ചു, എനിക്കിവിടെ എത്ര പേരും പ്രശസ്തിയും ഉണ്ടായി, എത്രത്തോളം ഇൻഫ്ലുവൻസ് എനിക്കുണ്ട്, അതൊന്നും വിഷയമല്ല പ്രിയപ്പെട്ടവർ, അല്ലേ? എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ആത്മാവ്. അപ്പോൾ ഒരു സഭ എന്തിനു വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാക്കൾക്ക് ഒരു പോഷണം വേണം, നമ്മുടെ ആത്മാക്കൾക്കൊരു ജീവൻ വേണം, നമ്മുടെ ആത്മാക്കൾക്കൊരു ചൈതന്യം വേണം, നമ്മുടെ ആത്മാക്കൾക്ക് ഒരു ഉദ്ദേശം വേണം. ഇപ്പം ഇന്ന് നമ്മൾ കേട്ടു, അല്ലേ? നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അനേകരെ പോയി ധൈര്യപ്പെടുത്തുവാൻ, അനേകരെ പോയി പണിതെടുക്കുവാൻ, അനേകരെ പോയി ചേർത്ത് പിടിക്കുവാൻ. അതിനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ആത്മാവിനെ ഒരു ശരീരത്തിലിട്ട് ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രശ്നം, നമുക്കെല്ലാം ഈ ശരീരമാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ശരീരം വിട്ടാൽ എൻ്റെ ദേഹി, അതായത് എൻ്റെ മൈൻഡ്, എൻ്റെ മനസ്സ്, എൻ്റെ ഇച്ഛകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ബുദ്ധി, അതൊക്കെയാണ് വലിയ കാര്യം. പക്ഷേ എൻ്റെ ആ ദേഹിയെയും എൻ്റെ ദേഹത്തെയും ചേർത്ത് ബൈബിൾ വിളിക്കുന്നൊരു പദമുണ്ട്, ജഡം. എന്താണ്? ഇംഗ്ലീഷിൽ ഫ്ലെഷ് എന്നാണ്. മൈ ഫ്ലെഷ് ഈസ് വീക്ക്, ബട്ട് മൈ സ്പിരിറ്റ് ഈസ് വില്ലിങ്. എൻ്റെ ജഡം ബലഹീനമാണ്, പക്ഷേ എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആത്മാവ് ഒരുക്കമുള്ള ആത്മാവാണ്.
പക്ഷെ എൻ്റെ ചോദ്യം, ആത്മാവ് എന്തിനായിട്ടാണ് ഒരുക്കമുള്ളതായിട്ടിരിക്കുന്നത്? ഈ ശരീരത്തെ പ്രസാദിപ്പിക്കാനും ഈ ജഡത്തെ ഈ പറഞ്ഞ പോലെ പ്രസാദിപ്പിക്കാനുമാണോ ഈ ആത്മാവ്? അല്ല. ആത്മാവ്, ദൈവം ആത്മാവാകുന്നു. അവൻ ഊതിയപ്പോഴാണ് നമ്മൾ ജീവനുള്ള ദേഹിയായി തീർന്നതെങ്കിൽ ഈ ആത്മാവ് പ്രത്യേകിച്ച് വീണ്ടും ജനിച്ചാൽ പിന്നെ ആത്മാവിന് ഈ ഭൂമിയിലുള്ള കാര്യത്തോടൊന്നും വലിയ താല്പര്യമില്ല, ഈ പുള്ളിയോടും വലിയ താല്പര്യമില്ല. ഉള്ളത് പറയണമല്ലേ, ഈ ആത്മാവ് എപ്പോഴും മുകളിലേക്ക് നോക്കി, എപ്പോഴും ദൈവോന്മുഖമായി, ഓൾവേസ് ലുക്കിംഗ് ടു ഗോഡ്. മൈ സ്പിരിറ്റ് ഓൾവേസ് വാണ്ടഡ് ടു പ്ലീസ് ഗോഡ്. My spirit will be always worshipping God. My spirit will be always communicating with God. അതാണ് ഒരു ദൈവപൈതലിന് സംഭവിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ആത്മാവ്, എൻ്റെ വീണ്ടും ജനിച്ച ആത്മാവാം ദൈവത്തോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിരന്തരം ഒരു സമ്പർക്കം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Am I as a spirit communicate with God the Spirit by the help of the Holy Spirit? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആത്മീയരെന്ന് വിളിക്കരുത്. ആത്മീയരുടെ ഒരു വേഷമൊക്കെ നമുക്ക് ഇട്ടിരിക്കാം. അപ്പം ചർച്ച് എന്തിന് എക്സിസ്റ്റ് ചെയ്യുന്നു? ടു പ്രൊമോട്ട് ദ വർഷിപ്പ് ഓഫ് ഗോഡ്, ടു പ്രൊമോട്ട് ദ ഇന്നർ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്. അടുത്തത് ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തെ സുവിശേഷീകരിക്കുവാനും കൂടിയാണ് സഭയെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? സ്വർഗത്തിന് ഒരു ഏജൻസിയെ ഭൂമിയിലുള്ളൂ. ഏതാണ് ആ ഏജൻസി? സഭ. സഭയുടെ കൂടെ ചേർന്ന്, പാരക്ലിറ്റോസ് എന്ന് പറഞ്ഞ പോലെ സഭയ്ക്ക് ചേർന്ന് സഭയുടെ കൂടെ സഭയെ സഹായിക്കാൻ, സഭയ്ക്ക് ഇറങ്ങി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തോ നെയ്യുമെന്ന് പറയുമല്ലോ, ഇപ്പം IT-ക്കാർ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഔട്ട്സോഴ്സ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ ക്യാമ്പസ് സൊസൈറ്റി ഔട്ട്സോഴ്സ് ചെയ്യും. ബൈബിൾ സൊസൈറ്റി. ഇപ്പോൾ ഇതെല്ലാം എല്ലാ ചർച്ചും കൂടെ ഇനി ബൈബിൾ പ്രിൻ്റ് ചെയ്യണോ? വേണ്ട, അത് ബൈബിൾ സൊസൈറ്റി ചെയ്യട്ടെ. ഗ്രേൻസ് ചെയ്യുന്നത് അവർ ചെയ്യട്ടെ, ജയിൽ മിനിസ്ട്രി അവർ ചെയ്യട്ടെ, ക്യാമ്പസ് മിനിസ്ട്രി അവർ ചെയ്യട്ടെ, ICPF അവരുടെ ജോലി ചെയ്യട്ടെ. അങ്ങനെ ഓരോരുത്തർ ചെയ്യും. പക്ഷേ അവരാരും ഈ ചർച്ചിനൊരിക്കലും അവർ കോമ്പീറ്റ് ചെയ്യല്ല. അവർ ചർച്ചിൻ്റെ മിനിസ്ട്രിയെ കോംപ്ലിമെൻ്റ് ചെയ്ത് അവർ ചർച്ചിൻ്റെ കൂടെ പോവുക അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? അങ്ങനെയെങ്കിൽ ഇവിടെ ഓർക്കണം, ലോക സുവിശേഷീകരണത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയാണ്. അതെത്ര പേർക്ക് മനസ്സിലായി? ഈ വചനം ലോകത്തിന് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും TV ചാനൽസിനെ അല്ല, അത് ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയാണ്. ദൈവസഭ വേണമെങ്കിൽ TV ഉപയോഗിച്ചോട്ടെ, എല്ലാ മീഡിയയും വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ. പക്ഷേ ഇന്നത്തെ പ്രശ്നം ദൈവസഭ ഇത് മനസ്സിലാകും. ദി ഇവാഞ്ചലൈസേഷൻ ഓഫ് ദ വേൾഡ്, ദാറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചർച്ച്. അതിനു വേണ്ടിയാണ് ദൈവം ഭൂമിയെ വെച്ചിരിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ ചിന്ത ശരിയാ ഇവിടെ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റുമാരൊക്കെ അവരൊക്കെ എന്തൊക്കെ വല്ലതൊക്കെ ചെയ്യുന്നു. പക്ഷേ അവരൊക്കെ വല്ലതും പണി ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫുൾ ടൈം പെയ്ഡ് ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ. നമ്മൾ ഓരോരുത്തരുമാണ് ആ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ 3 കാര്യം കണ്ടു. പ്രൊമോട്ട് ദ വർഷിപ്പ് ഓഫ് ഗോഡ്, പ്രൊമോട്ട് ദ ഇന്നർ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, പ്രൊമോട്ട് ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് ദ വേൾഡ്. 4ാമത്തെ കാര്യം, അത് പലർക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലായിരിക്കും. കാരണം നിങ്ങളത് ചിന്തിച്ചിട്ട് പോലുമില്ല. Church exists to mold the society according to the will of God. ദൈവഹിതത്തിനൊത്തവണ്ണം സമൂഹത്തെ ഈ പറഞ്ഞ പോലെ പണിത് അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് രൂപപ്പെടുത്തി എടുക്കേണ്ടുന്ന ചുമതലയും ദൈവസഭയുടെ തന്നെയാണ്. ഉണ്ടോ? ആരും ഒരു ആമയും പോലും പറയത്തില്ല. കാര്യം അത് നമ്മുടെ വകുപ്പല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സൊസൈറ്റിയെ മോൾഡ് ചെയ്യുന്നത് വേണേൽ സർക്കാർ ചെയ്യട്ടെ, അത് വേണേൽ രാഷ്ട്രീയക്കാർ ചെയ്യട്ടെ, അത് വേറെ വല്ല ഏജൻസികൾ ചെയ്യട്ടെ. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അല്ല, നമ്മൾ തന്നെയാണ് ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും. ഉപ്പ് കാരമില്ലാതെ പോയതുകൊണ്ടാണ് ഇന്നെല്ലാവരും ഇട്ട് ചവിട്ടുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ചവിട്ട് എൻ്റെ അമ്മോ അല്ലേ, ഈ അടുത്ത് നമ്മളെ ചവിട്ടി മെതക്കിയാൽ. ഇന്ന് സഭയെന്ന് പറഞ്ഞാൽ എന്ത് വിലയാണ് ഉള്ളത്? ദൈവമക്കളെന്ന് പറഞ്ഞാൽ ദൈവദാസൻ ഭാഷണമൊക്കെ കേട്ടാൽ മനുഷ്യന് ഓടിച്ചിട്ട് തല്ലുന്ന കാലമാണ് അല്ലേ? എന്തുമാത്രം പുച്ഛിച്ചാണ് ഇന്നത്തെ ഈ ലോകം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇന്ന് ആത്മീയ കാര്യങ്ങളെ അല്ലേ വളരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് അല്ലേ? അങ്ങനെ ഇട്ട് ചവിട്ടാൻ കാരണം എന്താ? ഉപ്പിന് കാരമില്ലാതെ പോയാൽ വേറെ ഒന്നിനും പിന്നെ കൊള്ളത്തില്ല. ഇവിടെ ചിന്തിക്കേണ്ടത് നമുക്കെവിടെയോ ദ സോൾട്ട് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സോൾട്ടിനെസ്. നമ്മുടെ കാരം, ഉപ്പെന്ന് പേര് മാത്രമേ ഉള്ളൂ, കണ്ടാൽ ഉപ്പ് പോലെ ഇരിക്കും, പക്ഷെ വായിലോട്ട് വെച്ചാൽ അതിന് ഉപ്പിൻ്റെ കാരമില്ല. അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്യുന്നതാണ്, അത് ഹീൽ ചെയ്യുന്നതാണ്
അല്ലേ? അത് രുചി വരുത്തുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്നതാണ്. ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഉപ്പിന്. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ ഉപ്പെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സഭയിരിക്കുന്നു, പക്ഷേ ഈ ഫങ്ഷൻസ് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാര്യം കണ്ടാൽ ഉപ്പ്, ഇപ്പം നിങ്ങളെ കണ്ട ഒരു സഭയെന്ന് തോന്നത്തില്ലേ? ശരിയല്ലേ? നമ്മളെയൊക്കെ കണ്ട, നമ്മുടെ ഇരിപ്പ് കണ്ട, എന്നെ കണ്ട എല്ലാം തോന്നുന്നു. ശരിയാ, നമ്മളെ കണ്ടാൽ തോന്നും സഭയാന്ന്. പക്ഷേ ആരെങ്കിലും വന്നൊന്ന് നക്കി നോക്കിയാ ഉപ്പില്ല. തമിഴിൽ പറയും ഉപ്പില്ല പണ്ടോ കുപ്പയില്ല, അല്ലേ? അപ്പോൾ ഈ സമൂഹത്തിന് രുചി വരുത്തുന്നത് ഉപ്പാണെങ്കിൽ ആ ഉപ്പാണ് സഭ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ലോസ്റ്റ് അവർ സോൾട്ടിനെസ്. അതാ വിഷയം, അല്ലേ? അപ്പോൾ ഇവിടെ 4 കാര്യം പറഞ്ഞു: ദ വേർഷിപ്പ് ഓഫ് ഗോഡ്, ദ ഇന്നർ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് മോൾഡിങ് ദ സൊസൈറ്റി അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ. ഇതിനാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾ ദ ചർച്ചസ് ആർ ഓൺലി ആക്ടിവിറ്റീസ് ടു പീപ്പിൾ, അല്ലേ? ഒരു സഭയിൽ കടന്നു വരുന്ന ആ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എല്ലാ ശുശ്രൂഷകളും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സഭായോഗ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് അപ്പുറത്തൊരു സൺഡേ സ്കൂൾ ശുശ്രൂഷ നടക്കുന്നു, യുവാക്കൾക്ക് അവർക്കൊരു ശുശ്രൂഷ നടക്കുന്നു. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ചോറ് ശുശ്രൂഷ, ഊണ് ശുശ്രൂഷയുണ്ട്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ശുശ്രൂഷയിലുള്ളവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ, ബുധനാഴ്ച സഹോദരിമാർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ, വെള്ളിയാഴ്ച പിന്നെ വേലയും കൂലി ഇല്ലാത്തവർക്ക് വേണ്ടി വന്നിരിക്കാൻ പ്രാർത്ഥിക്കാനൊരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. പിന്നെ ശനിയാഴ്ച യൂത്തിനൊരു ശുശ്രൂഷയുണ്ട്. പിന്നെ ഒന്ന് ഉച്ച കഴിയുമ്പോൾ ഹിന്ദിക്കാർക്കൊരു ശുശ്രൂഷയുണ്ട്. പിന്നെ ചില ഔട്ട്റീച്ച് ശുശ്രൂഷകൾ അവിടെയൊക്കെ നടക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ചിലപ്പം വല്ല ശുശ്രൂഷകളൊക്കെ വരും, കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും, അവരെ പ്രതിഷ്ഠിച്ച് കൊടുക്കപ്പെടും, അല്ലേ? അത് കഴിഞ്ഞ് എന്താണ്, കൈപിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കപ്പെടും, അതും ഒരു ശുശ്രൂഷയാണ്. അവസാനം പെട്ടിയിലാക്കി പറഞ്ഞ് അയക്കപ്പെടും, അതും ഒരു ശുശ്രൂഷയാണ്. ആരോ പറഞ്ഞ പോലെ ഹാച്ചിങ്, മാച്ചിങ്, ഡിസ്പാച്ചിങ്, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കപ്പെടും. അപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ ഈ പറഞ്ഞാൽ ചെയ്തു കൊടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സഭയിൽ അംഗമായിരിക്കണം. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ പാസ്റ്ററേ? ഇതുവരെ ഫോം അടിച്ചില്ല. ഏതെങ്കിലും ഒരു സ്പെസിമെൻ ഉണ്ടേ എത്താം, നമുക്കൊരു ഫോം നോക്കി അടിക്കാമല്ലോ, ഇപ്പം എന്തു ചെയ്യാൻ, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞ ഒരു സഭ ഇതിനൊക്കെ വേണ്ടി മാത്രമാണ്, കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും പെട്ടിയിലാക്കി പറഞ്ഞു വിടാനും, ഇതിനു വേണ്ടി മാത്രമാണ് സഭ എന്ന് നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്ന ഒത്തിരി പേര് സഭയ്ക്കകത്തുണ്ട്. പക്ഷേ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ വരുന്നവർക്ക് വേണ്ടി മാത്രമല്ല ശുശ്രൂഷ. അങ്ങനെ ആണെങ്കിൽ വി ഹാവ് ലോസ്റ്റ് അവർ മിഷണൽ ആസ്പെക്റ്റ്. എന്താണ് നമ്മുടെ മിഷൻസ് എന്ന് പറഞ്ഞത്? ശരിക്കും ആ മിഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞത് പുറത്തേക്ക് ഒരു വലിയ കൂട്ടം പുറത്തുണ്ട്. ദർ ഇസ് എ കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ്. നമ്മൾ ആ കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ആണോ? അടുത്തത്, ആർ വി പ്രേയിങ് ആൻഡ് കെയറിങ് ഫോർ ദ ലോസ്റ്റ്? നഷ്ടപ്പെട്ടവർ, ക്രിസ്തുവില്ലാത്തവർ ഒരു വലിയ കൂട്ടം നമ്മുടെ ഈ 4 ചുവറിന് പുറത്തുണ്ട്. പക്ഷേ ആ 4 ചുവറിന് പുറത്തുള്ള നഷ്ടപ്പെട്ട ഒരു വലിയ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പോയി കരുതി അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ. ആ കൂട്ടത്തിൽ ഒന്ന് സുവിശേഷം പറയുകയാണ്, പക്ഷെ ചെന്ന പാടെയെങ്കിൽ സുവിശേഷം പറയണമെന്നില്ല, അവർ ചിലപ്പം കേൾക്കത്തില്ല. പക്ഷേ അവരെ സ്നേഹിക്കണം, അല്ലേ? നമ്മൾ പാപത്തെ ഒരിക്കലും സ്നേഹിക്കരുത്, പക്ഷെ പാപിയെ സ്നേഹിക്കണം. യേശു പാപത്തെ വെറുത്തു, പക്ഷെ പാപികളെ സ്നേഹിച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട ഒരു ലോകം പുറത്തുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ളൊരു കരുതലുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെയെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹമായിട്ട് അവരിലേക്ക് നമ്മളൊന്ന് പോകും. അപ്പം നമ്മുടെ നീഡ്സ് നീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ചർച്ചെങ്കിൽ ദാറ്റ് ഈസ് വെരി അൺഹെൽത്തി. ഇന്ന് ഒത്തിരി പേർക്ക് സഭയിലേക്ക് വരുമ്പം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സഭ വേണം, ആ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു പാസ്റ്റർ വേണം, അല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വാസികൾ വേണം, അല്ലേ? എനിക്ക് പനി എന്ന് പറഞ്ഞാൽ ഓടി അവിടെ എത്തിയിരിക്കണം, അല്ലേ? എനിക്ക് എന്തെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറന്നെത്തണം. ഓക്കെ, അതൊക്കെ ഒരാവശ്യം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല സഭ, അതിനുവേണ്ടി മാത്രമല്ല സഭ. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, എ കാർണൽ പീപ്പിൾ വിൽ സ്ട്രീം ടു മിനിസ്ട്രീസ് ഡിസൈൻഡ് അറൗണ്ട് ദം ആൻഡ് ദെയർ നീഡ്സ്. ഇന്ന് അങ്ങനെയുള്ളൊരു സഭയാണ് ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പം ഈ സഭയിൽ തന്നെ വന്നിരിക്കുന്ന എനിക്ക് ഒത്തിരി പേരെ അറിയാം. നിങ്ങളാരും ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നവരിപ്പം കുറവാണ്. പണ്ടൊക്കെ അങ്ങനെയുള്ളൊരു മാത്രമേ സഭ വരൂ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയല്ല, തുറന്ന് ഞാനങ്ങ് പറയാം, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പം പലരും വരുന്നതിന് ഒരു കാര്യം, എനിക്ക് അവിടെ പോയിട്ട് അത് കിട്ടിയില്ല, എനിക്ക് അവിടെ പോയിട്ട് സന്തോഷം തോന്നിയില്ല, അവിടെ പോയിട്ട് എന്നെ കരുതിയില്ല, മറ്റിടത്ത് പോയിട്ട്
അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ വേണം. എന്നെ എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം, എല്ലാവരും എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളവരായിരിക്കണം, എല്ലാവരും ഒരു ആവശ്യം വന്നാൽ ഓടി വരണം. അപ്പോൾ എനിക്കൊരു സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും ചർച്ച് ഹാസ് ഓൺലി ബിക്കം ജസ്റ്റ് ബിക്കം എ സർവീസ് പ്രൊവൈഡർ. ഇന്ന് അതിന് നല്ല മിടുക്കന്മാരാണ് ഞങ്ങൾ പാസ്റ്റർമാരും. ഞങ്ങൾ ഒരു കമ്പനി, ഇപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ, പല കമ്പനികളുണ്ട്. ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ? അല്ല, പല ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ പല ബാങ്കുകളിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്? എപ്പോഴും ബാങ്കിനൊരു പരസ്യമുണ്ട്. ആ പരസ്യം എന്തായിരിക്കും പറഞ്ഞത്? ഞങ്ങൾ തരുന്ന പോലെ സർവീസസ് അവർ തരത്തില്ല, അല്ലേ? അപ്പം ഈ ചർച്ചും നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവിടെ വാ, നിങ്ങൾക്ക് എല്ലാ സർവീസസും ഇവിടെയുണ്ട്, ഇവിടെ വാ, നിങ്ങൾക്ക് സർവീസസ് കിട്ടുമെന്നും പറഞ്ഞ് വിളിച്ച് നിങ്ങളെ ചർച്ചിൽ കൊണ്ടുവന്നാൽ ഒന്നാമത് ആ ചർച്ച് തന്നെ ശരിയല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു സർവീസസും തരാത്തത്. മനസ്സിലായല്ലോ? അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ടെങ്കിൽ എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് തരുന്നൊരു സർവീസ് അല്ല പ്രധാനം, നിങ്ങൾ പോയി ചെയ്യാനൊരു സർവീസുണ്ട്. ഇപ്പം നേരത്തെ കേട്ടത് ചേർത്ത് പിടിക്കുന്ന ഒരു സർവീസാണ്. അത് പാസ്റ്റർ അല്ല പോയി ചേർത്ത് പിടിക്കേണ്ടത്. പാസ്റ്റർ പിടിക്കും, പാസ്റ്റർ അയാൾക്ക് കഴിയുന്നിടത്തോളം അയാൾ ചെയ്യും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ റോള് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു സഭയായിട്ട് തീരുന്നത്, അല്ലേ? അപ്പം എല്ലാവർക്കും ദേ വോണ്ട് ഓൾ ദ മിനിസ്ട്രീസ് ടു ബി ഡിസൈൻ ടു സൂട്ട് ദം ഓർ മീറ്റ് ദെയർ നീഡ്സ്. പക്ഷേ അവർ ചെയ്യാത്തൊരു കാര്യം എന്താ അറിയാമോ? They will always avoid ministries that call for change and sacrifice. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ത്യാഗം ചെയ്യണം, എന്തെങ്കിലും അല്പം ഒന്ന് വേദനിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു സർവീസ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിനിസ്ട്രി നിങ്ങൾ ഇൻവോൾവ് ആകാൻ പറഞ്ഞാൽ, നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യും? അപ്പോൾ പോട്ടെ വർഷം, അടുത്ത ആഴ്ച കാണാം, ഞാനിവിടെ ഞായറാഴ്ച വരുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ പറയണം, വരില്ല, ഞങ്ങൾ വേറെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കണ്ടോളാം. ഓക്കെ. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാക്രിഫൈസും ചോദിക്കരുത്. ഞാൻ വരും, എല്ലാ മിനിസ്ട്രീസും എനിക്ക് വേണം, പക്ഷേ ഞാനൊരു കാര്യവും ചെയ്യത്തില്ല. ഇങ്ങനൊരു വലിയ കൂട്ടമാണെന്ന് സഭയിൽ കൂടി വരുന്നത്. ആ കൂട്ടത്തിലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്നിപ്പം വന്നു കൂടി, ഇനി ഞാൻ അടുത്ത ഞായറാഴ്ച കാണാം എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ഇപ്പം ആരെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലായില്ലല്ലേ? നിങ്ങൾ എന്നെ നോക്കുന്ന നോട്ടം കണ്ട എന്നെ കണ്ട കിണ്ണം കട്ടയാണെന്ന് പറയൂ? ഇല്ല. മലയാളത്തിലെ ചില ചൊല്ലൊക്കെ എന്ത് കറക്റ്റെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ടിരിക്കുന്ന പോലെയാണ് നമ്മൾ ഞായറാഴ്ച സഭയിൽ വല്ലതും ഒന്നും അറിയാത്ത വട്ടി ഇരുന്നിട്ട് സ്തോത്രം 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 സ്തോത്രം. എന്താ കുടിക്കുന്നത്? തൊണ്ടയ്ക്ക് വയ്യ, ചുക്ക് കഷായം. എന്തോ കുടിച്ചത്? അല്ല, വിഴുങ്ങിയത് എന്തുവാ? ഇരുമ്പൊലക്ക. ഇന്നത്തെ ദൈവസഭയുടെ അവസ്ഥയാണ്. നമ്മൾ ഇരുമ്പൊലക്ക വിഴുങ്ങിയിട്ടിങ്ങനെ കണ്ണും തള്ളിയിരിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സിയോൻ പുത്രിയുടെ പരുക്കിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇത് ലഘുവായിട്ടുള്ള ചികിത്സ പോരാ, ഇത് ഞെക്കി പിഴിഞ്ഞുള്ള ചികിത്സ തന്നെ വേണം. ഞെക്കി പിഴിമ്പിച്ചൊരു വേദനയൊക്കെ എടുക്കും. ആർക്കെങ്കിലും ഒന്ന് നൊന്തെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ഡോസ് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഡോക്ടറെ എങ്ങനെ ആദ്യം പല്ല് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ചെറുതായിട്ടൊന്ന് കുത്തിവയ്ക്കും, പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ അങ്ങോട്ട് കുത്തോടെ കുത്തു. യൊറ്റ അമ്മോ! ഞാൻ ഇടയ്ക്ക് ഒരു റൂട്ട് കനാൽ ചെയ്ത്, നമ്മുടെ പിള്ളേരല്ലേ, സൂസനും അനിലും, ഞാൻ മരിച്ച് നമ്മുടെ പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കൊടുത്തു. അവസാനം ഒരു ദാക്ഷിണ്യമില്ല, കുത്തോടെ കുത്ത്. മരവിപ്പിച്ച് നമ്മളെ ഒരു പരുവാക്കി, അല്ലേ എന്ന് പറയുന്ന പോലെ. ഈ പറഞ്ഞ പോലെ നമ്മളെ മരവിപ്പിച്ചെങ്കിൽ ശരി, ആ പഴുപ്പെടുത്ത് കളഞ്ഞ് സൗഖ്യം വരണം പ്രിയപ്പെട്ടവരെ. ആ സൗഖ്യം ദൈവസഭയ്ക്ക് വരണം, അല്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഇന്നത്തെ വിഷയം ഇവിടെ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇത്? ഈ ചർച്ചിൻ്റെ പേരല്ല ശരിക്കും പറഞ്ഞത്. യെശയ്യാവിലൊരു വാക്യമുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, അതും സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം, അല്ലേ? അത് തന്നെയാണ് യേശു ആ ആലയത്തിൽ കയറി വന്ന് വിൽക്കുന്നവരും വാങ്ങുന്നവരും എല്ലാം അടിച്ചിറക്കി വിട്ടപ്പം പറഞ്ഞൊരു കാര്യം. നിങ്ങളെന്തായി കാണിക്കുന്നത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം, സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്നല്ലേ എഴുതിയിരിക്കുന്നത്, നിങ്ങളതിനെ എന്താക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പ്രാർത്ഥനാലയം, ഹൗസ് ഓഫ് പ്രയർ എന്നുള്ള ചർച്ചിൻ്റെ ബ്രാൻഡോ പേരോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. ദൈവസഭ ദൈവത്തിൻ്റെ ആലയമായിരിക്കണം.
അവിടെ ഏറ്റവും ഉയരേണ്ടത് പ്രാർത്ഥനയാണ്. 3, അവിടുത്തെ സർവീസസ് പോകേണ്ടത് ജാതികൾക്ക് മുഴുവനുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സകല ജാതികൾ നേഷൻസ് എന്നുള്ള പീപ്പിൾ ഗ്രൂപ്പ്സ് എന്ന് വേണേൽ പറയാം, സകല ജാതികൾക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആലയമാണോ ഇന്ന് നമ്മുടെ ആലയം? അതോ ഇവിടെ കയറി വരുന്നവർക്ക് മാത്രം ശുശ്രൂഷ കിട്ടുന്ന ഒരു ചെറിയൊരു സൺഡേ ക്ലബ്ബ് മാത്രമാണോ? ഇത് പലപ്പോഴും ചർച്ചസ് ഹാവ് സ്റ്റൂപ്പ് ഡൗൺ ടു ദ ലെവൽ ഓഫ് എ ക്രിസ്ത്യൻ ക്ലബ്ബ്, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ല, ചർച്ച് ഒരു ക്ലബ്ബല്ല. ചർച്ചിലെ ശുശ്രൂഷ സകല ജാതികൾക്കും ലഭിക്കേണ്ടുന്ന ഒരു 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 സർവീസ് സംഘടനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വി മസ്റ്റ് കളക്റ്റീവ്ലി ഗ്ലോറിഫൈ ക്രൈസ്റ്റ്. നമ്മൾ ഒരുമിച്ച് വന്ന് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എങ്ങനെ? വി ഷുഡ് ബ്രിങ് ദ കമ്മ്യൂണിറ്റീസ്, സമൂഹങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? ഫോർ വിച്ച് വി ആർ പ്രേയിങ് ഫോർ ദം. നമ്മൾ ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങണം. രണ്ടാമത്, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോലെ, ഹാവ് ടു ഹാവ് എ ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തമ്മിലൊരു ഇൻറ്ററാക്ഷൻ നമുക്ക് അവരുമായിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാകണം. ഒടുവിലായിട്ട് എങ്ങനെയെങ്കിലും അവർ ഈ കർത്താവിനെ ഒന്ന് കാണണം. അപ്പോൾ എങ്ങനെ തുടങ്ങണം? ആദ്യം പ്രാർത്ഥിച്ച് തുടങ്ങണം. എന്തെങ്കിലും ഒരു എൻകൗണ്ടർ നമുക്ക് ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ അവതരിപ്പിക്കണം. 3, തീർച്ചയായിട്ടും അവരൊരു ദിവസം കർത്താവിനെ സ്വീകരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അവരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നതും. എന്നിട്ട് അവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവർ കർത്താവിനെ അറിയുവാൻ അവർക്ക് മുഖാന്തരം എവിടെയെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ് കാര്യം. അപ്പം ടു ബി എ പാർട്ട് ഓഫ് എ church or be a member of the church and not engage in these functions is unthinkable. നിങ്ങളൊരു സഭയിൽ വരികയും നിങ്ങൾക്ക് പുറത്തുള്ള ആരെപ്പറ്റിയും ഒരു താല്പര്യവുമില്ല, ഒരു ഭാരവുമില്ല, ആർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുമില്ല, ആരോട് നിങ്ങൾ യേശുവിനെ പറ്റി പറയത്തുമില്ല, നിങ്ങൾ ഒരിക്കലും ഒരാളിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നുമില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഇച്ചിരി കട്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷെ അതാണ് സത്യം. ഇന്ന് പാസ്റ്റർമാരെ ഞങ്ങൾ പറയുന്നത് എന്താ അറിയാമോ? നിങ്ങൾ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട, നിങ്ങൾ ആരോട് യേശുവിനെ പറ്റി പറയുകയും വേണ്ട, നിങ്ങൾ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല സാരമില്ല, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കണം, ഉള്ളത് തന്നിരിക്കണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇഫ് യു ആർ എ മെമ്പർ ഓഫ് ദ ചേർച്ച്, ഇറ്റ് ഈസ് എന്താണ്? അൺതിങ്കബിൾ ദാറ്റ് യു ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ വാട്ട് ദ ലോർഡ് വാണ്ട്സ് us to do. അല്ലേ? അതിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധി വന്നിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-19. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 18 and 19. ലൂക്കോസ് 4-ന്റെ 18-19 വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. കണ്ടോ? ദരിദ്രന്മാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ക്ലാസ്, സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഏറ്റവും തട്ടിലുള്ളവരെന്നുള്ള അർത്ഥമാണോ? അല്ല. യേശുവിനെ കൂടാതെയുള്ള എല്ലാവരും ദരിദ്രന്മാരാണ്. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ സകലരോടും സുവിശേഷം അറിയിക്കുവാനും കർത്താവിനെ അഭിഷേകം അതിനാണ് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമ്മുടെ മേൽ ദൈവം പകർന്ന ആത്മാവ് എന്തിനു വേണ്ടിയാ പറഞ്ഞേ? ബദ്ധന്മാർക്ക് വിടുതലും. നിൽക്കരുത്. ഈ ചർച്ചിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ നല്ലൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ചോദ്യം, നിങ്ങളുടെ മേൽ ഈ ആത്മാവിനെ ദൈവം അയച്ചു തന്നത് എന്തിനു വേണ്ടിയാ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. ഇത് മനസ്സിലാകാതെ ചർച്ചിനകത്ത് ഇരിക്കരുത്. എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഒത്തിരി പേരെ അറിയാം. എപ്പോഴും അറിയാമല്ലോ, എല്ലാവർക്കും അഭിഷേകം പ്രാപിക്കാത്തവർക്ക് എങ്ങനെയെങ്കിലും ആത്മസ്നാനം പ്രാപിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം. പക്ഷെ അവരോട് ഇന്നസെൻ്റായിട്ടൊരു ചോദ്യം, വൈ ഡു യു വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ അവർ ഒട്ടന്നെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ലെങ്കിൽ മറുപടി വാണ്ട് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലെ ഉത്തരവ് ഇതാണ്. എന്താണ്? എനിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല ബ്രദറെ, എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ എന്തില്ല, അന്യഭാഷ കിട്ടിയിട്ടില്ല. അപ്പോൾ ആത്മാവിനെ പ്രാപിക്കേണ്ട എന്തിനു വേണ്ടിയാ? അന്യഭാഷയിൽ സംസാരിക്കാൻ. ആത്മാവിനെ ദൈവം തരുമ്പം, ആത്മസ്നാനം പ്രാപിക്കുമ്പം അതിൻ്റെ അടയാളമായിട്ട് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കും, പ്രാർത്ഥിക്കും, അല്ലേ, ആരാധിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനു വേണ്ടിയാണോ? അല്ലേ?
എൻ്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നത് സുവിശേഷം പറയാൻ. അതിൻ്റെ അർത്ഥം ഞാൻ നാളെ തൊട്ട് ട്രാക്റ്റുമായിട്ട് ഇറങ്ങും എന്നുള്ള അർത്ഥത്തിലല്ല, എൻ്റെ ജീവിതം കൊണ്ടൊരു സാക്ഷിയാകാനാണ്. ഞാൻ യേശുവിനെ സാക്ഷിക്കാനാണ്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ താമസിക്കുന്നിടത്ത് സകലരും മേഖലകളിലും ഞാൻ യേശുവിൻ്റെ ഒരു സാക്ഷിയാണ്. അതിനുവേണ്ടി ആത്മാവിനെ ദൈവം തരുന്നെന്നുള്ള കാര്യം മറക്കരുത്. ഇനി എനിക്ക് ആത്മാവിനെ തന്നത് എന്തിനു വേണ്ടിയാ? സുവിശേഷം അറിയിപ്പാൻ മാത്രമല്ല, ബദ്ധന്മാർക്ക് വിടുതലും. ബദ്ധന്മാർ അതാരാണ്? കെട്ടപ്പെട്ടിരിക്കുന്നവർ, ബന്ധനസ്ഥരായിരിക്കുന്നവർ, അവരെ ചെന്ന് വിടുവിക്കാനും. അടുത്തത്, കുരുടന്മാർക്ക് കാഴ്ചയില്ല. ദ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എ വിഷൻ, വെരി ഷോർട്ട് സൈറ്റഡ് ആണ്, അവർക്കൊന്നുമില്ല. പക്ഷെ അവരുടെ കണ്ണ് തുറക്കാനും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഉണ്ടോ? പ്രസംഗിപ്പാൻ, ഈ സുവിശേഷം തുടങ്ങി ഈ ദൈവവചനം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ. അടുത്തത്, പീഡിതന്മാരെ ഒപ്രസ്ഡ്, അനേകരിന്ന് ഒപ്രസ്ഡ് ആണ്, അവരെ വിടുവിച്ചയക്കുവാനും. അടുത്തത്, കർത്താവിൻ്റെ പ്രസാദവർഷം, ദ ഡേ ഓഫ് ഫേവർ, ദ ലോർഡ്സ് ഫേവർ വന്നിരിക്കുന്നു എന്ന് പറയുവാനും പ്രസംഗിപ്പാനും അതിനാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമ്മുടെ അയൽക്കാർ, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോ വർക്കേഴ്സ്, കുട്ടികൾ നിങ്ങളിവിടെ ഇല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൊളീഗ്സ് അല്ലേ, എത്ര പേര് ആലോചിച്ച് നോക്കിയേ. അവർ പുറമേ നോക്കുമ്പം ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അവർ നല്ല വീട്ടിൽ താമസിക്കും, നല്ല വേഷം ഇട്ടുകൊണ്ട് വരുന്നു, നല്ല കാറിൽ പോകുന്നു അല്ലേ, കാര്യമൊക്കെ ശരി. പക്ഷേ ഇൻവേർട്ട്ലി അവരെത്ര പേര് സ്ട്രഗിൾ ചെയ്യുന്നതെന്നറിയാമോ? അകത്ത് എന്തുമാത്രം അവർ നോവുന്നുണ്ടെന്നറിയാം. ഹൗ മച്ച് ദേ ആർ ഹേർട്ടിങ് ഇൻസൈഡ്. അവർക്ക് അവരുടെ കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ കുടുംബജീവിതങ്ങൾ, മാരേജസ് ആർ ഫാളിങ് അപ്പാർട്ട്. അവരുടെ ജോലി, സത്യം പറഞ്ഞാൽ ഒരു നൂലി തൂങ്ങുക. നാളെ അമേരിക്ക കണ്ടില്ലേ, നിപ്പി ചിലപ്പോൾ രാവിലെ നിങ്ങൾ വലിയ കാര്യമായിട്ട് ആഫീസിൽ പോകുമ്പോഴായിരിക്കും അവിടെ ചെറിയൊരു കവർ ഇരിക്കുന്നത്. അയ്യോ, ബോണസായിരിക്കും, ഇൻക്രിമെൻ്റ് ആയിരിക്കും അല്ലേ, അത് പ്രൊമോഷനായിരിക്കും. തുറന്നു നോക്കിയപ്പം ഈ IT-കാരുടെ ഭാഷ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ തമ്മിലുള്ള ഈ ഒരുമിച്ചുള്ള ഈ മുന്നോട്ടുള്ള പോക്ക് വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. വി റിയലി എൻജോയ്ഡ് യു ആൻഡ് യു ഡെഫിനറ്റ്ലി യു മൈറ്റ് ഹാവ് എൻജോയ്ഡ് അസ്. ഇനിയിപ്പം നാളെ നിങ്ങളില്ലാതെ ഈ കമ്പനി എങ്ങനെ പോകുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ എന്ത് ചെയ്യാൻ, കമ്പനിക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, മോൻ ഈ കവർ എടുത്തുകൊണ്ട് വീട്ടിൽ പോയിക്കോ, ഡെസ്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് പോകണം, വല്ലതും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകണം, ഇവിടെ ഒന്നും ഇട്ടേച്ച് പോയിക്കരുത്. വന്ന് ഡെസ്കെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം എടുത്ത് കവറും എടുത്ത് പൊയ്ക്കോണം, നാളെ വേറെ പണി നോക്കിക്കോ, ഇവിടെ വേണ്ടാന്ന്. പക്ഷെ അവർ പറഞ്ഞ വാചകം എന്താ? നിങ്ങളെ കൂടാതെ എങ്ങനെ നാളെ കമ്പനി പോകുമെന്ന്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ ഒരാൾ പോകുമ്പം അവർ നിങ്ങളെ കാണുമ്പം ചിരിക്കും, ഒന്നും സംഭവിക്കാതെ പോലെയൊക്കെ സംസാരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ കടന്നു പോകുന്ന തീ നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് ചേർത്ത് പിടിച്ചേ എന്തൊരു വ്യത്യാസമായിരിക്കും എന്നറിയാമോ അവർക്കുണ്ടാകുന്നത്. ഇന്നലെ ഞങ്ങളൊരു വീട്ടിൽ പോയി. ഇവിടെ ഇംഗ്ലീഷ് സർവീസ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഫാമിലിയോട്ട്, ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡിൻ്റെ പേര് ബാലമുരുകൻ, വൈഫിൻ്റെ പേര് മുത്തുലക്ഷ്മി. അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന സാക്ഷ്യങ്ങളും മറ്റും പറയായിരുന്നു. എനിക്ക് അതിശയം തോന്നി. ദൈവമേ, എത്ര അതിശയമായിട്ടാണ് ഓരോരുത്തരുടെ ദൈവം ഓരോ സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവിൻ്റെ മക്കളാക്കി കൊണ്ടുവരുന്നത്. പക്ഷെ അവർക്കറിയാമോ, രാത്രി മുഴുവൻ ബാല വർക്ക് ചെയ്യും, ഓൺലൈൻ രാത്രി മുഴുവൻ വർക്ക് ചെയ്യും, US ടൈമാണ് വർക്ക് ചെയ്യുന്നത്. വൈഫ് അവിടെ നിഷ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പകൽ മുഴുവൻ അവൾ വർക്ക് ചെയ്യുന്നു. മോള് സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ശനി ഞായറും മാത്രമേ ഉള്ളവർക്ക് ഒഴിവുള്ളത്. ഞായറാഴ്ച രാവിലെ ഇവിടെ ഇംഗ്ലീഷ് സർവീസ് വന്നു, നേരെ അവർ രണ്ടുപേരും പോയി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് ഓടുന്നു പരുതിൻ്റെ ഔട്ട്റീച്ചിലേക്ക്. രാത്രിയാണ് അവർ തിരിച്ചു വരുന്നത്. ഒരു ഞായറാഴ്ച അവർ മുഴുവനുമായിട്ട് കർത്താവിനെ ആരാധിക്കുവാൻ മാത്രമല്ല, കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ പോയി, ജനത്തെ ശുശ്രൂഷിക്കുവാൻ. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് ഓർക്കണം, അവർക്ക് മലയാളം അത്ര വലിയ പിടിയില്ല. പക്ഷേ അവരാ മുറി മലയാളവും കൊണ്ട് ഈ ഭരതന്നൂർ നമ്മുടെ ഔട്ട്റീച്ച് അറിയാമല്ലോ, ട്രൈബൽ ഏരിയയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അവിടെ പോയി എന്ത് സന്തോഷമായിട്ട് അവർ പോയി ശുശ്രൂഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പേര് ഞായറാഴ്ച ഉള്ള നല്ലൊരു സർവീസിന് വേണ്ടിയല്ലേ നിങ്ങൾ പലരും വരുന്നത്? ഇത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നേ? ഇടയ്ക്ക് ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുമോ? അടച്ച് തെറി പറയാമെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കൊള്ളട്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത്.
കമ്പാരിറ്റീവ്ലി ഈ ചർച്ചിൽ ഒത്തിരി പേര് ആക്റ്റീവാണെന്ന് എനിക്കറിയാം, ഒത്തിരി മിനിസ്ട്രീസ് ഇവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ ഞാൻ പറയുന്ന അതൊന്നും പോരാ പ്രിയപ്പെട്ടവരെ. ഈ ലോകം സുവിശേഷീകരിക്കപ്പെട്ടെങ്കിൽ സഭയെ മാത്രമേ ദൈവം അത് ഏൽപ്പിച്ചിട്ടുള്ളൂ. ആ സഭ അതിലേക്ക് എഴുന്നേറ്റേ പറ്റൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എവ്രി പേഴ്സൺ ഹാസ് എ സ്റ്റോറി ടു ടെൽ. നിങ്ങൾ ഓരോരുത്തരോട് പോയി സംസാരിച്ച് എവ്രി വൺ ഹാസ് എ സ്റ്റോറി. എല്ലാവർക്കും ഒരു കഥയുണ്ട് പറയാൻ. എല്ലാവരും ഈ പറഞ്ഞ പോലെ മുറിഞ്ഞിരിക്കുക, എല്ലാവരും ഒത്തിരി നൊന്തിരിക്കുക. ഒത്തിരി പേര് പരാജയപ്പെട്ടു പോയി, ഒത്തിരി പേര് വീണുപോയി, ഒത്തിരി പേര് രോഗികളാണ്, ഒത്തിരി പേർക്ക് എന്താണ് ഒരു സൗഖ്യം വേണം. പക്ഷേ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ആവശ്യം ഓരോരുത്തർക്ക് എന്താണെന്നറിയാമോ? യേശുവിനെ വേണം. ശരിയല്ലേ? എവ്രി വൺ നീഡ്സ് ജീസസ്. ഇറ്റ്സ് നോട്ട് ദ ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല യേശുവിനെ വേണ്ടത്, സകല മനുഷ്യർക്കും യേശുവിനെ വേണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മോളെ നിനക്ക് യേശുവിനെ വേണം, യേശുവിനെ വേണം. നിനക്ക് വേറെ ലോകത്ത് ആരെയല്ല വേണ്ട. ആദ്യം യു നീഡ് ജീസസ്, യേശുവിനെ വേണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഓൺലൈനിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ നമുക്ക് വേണം. അതാ കാര്യം. ആ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആരാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും തന്നെയാണ് പ്രിയപ്പെട്ടവർ. അപ്പം നിങ്ങളൊരു വിശ്വാസിയാണ്, ഒരു സഭയിലെ അംഗമാണെങ്കിൽ നിങ്ങളുടെ ദൗത്യം ഈ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കുന്നൊരു പേരാണ്, ഓരോ കമ്പനികൾക്കും ഓരോ പ്രോഡക്റ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആ ബ്രാൻഡ് അംബാസഡേഴ്സാണ്. നിങ്ങളെ ഓരോരുത്തരും സ്വർഗം ആ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരിക്കുക. നിങ്ങളുടെ മേഖലയിൽ നിങ്ങളാണ് യേശുവിൻ്റെ ബ്രാൻഡ് അംബാസഡർ. കാരണം അവർക്ക് യേശുവിന് മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, അവർക്ക് പടം നോക്കിയാൽ യേശുവിനെ മനസ്സിലാകത്തില്ല. അവർക്കറിയാവുന്ന നിങ്ങളെയാണ്. അപ്പം നിങ്ങളുടെ അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപാട്, അല്ലേ, അവരോടുള്ള സ്നേഹം, അവരോടുള്ള കരുതൽ, അവരെ ഈ പറഞ്ഞ പോലെ താഴ്ത്തി കാണാതെ അവരെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ അതിലൂടെയാണ് യേശുവിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആവുന്നത്. ഞാൻ ആ മോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവളൊരു MBBS സ്റ്റുഡൻറ്റാണ്, ഒരു നോൺ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ മോളെ ഇവിടെ 4ാമത്തെ ആഴ്ചയാണോ വരുന്നത്? കണ്ടോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അവൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ് അവളോട് വരുന്നത്. ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തെക്കാട്ടിലും ചിരി അവളുടെ മുഖത്തുണ്ട്. എന്താ കാര്യം? അവൾക്ക് യേശുവിനെ വേണമായിരുന്നു. അവളോട് ആരോ യേശുവിനെ പറ്റി പറഞ്ഞു. അവൾ യേശുവിനെ സ്വീകരിച്ചു. അവൾ സ്നാനപ്പെട്ടിട്ടില്ലായിരിക്കും, അവളുടെ പേരിപ്പോഴും പഴയ പേര് തന്നെയായിരിക്കും, അവളുടെ അവളുടെ സർട്ടിഫിക്കറ്റിലെ റിലിജൻ എന്തെങ്കിലും ആട്ടെ. പക്ഷെ അവളുടെ ഉള്ളിൽ യേശു വന്നു. ആ യേശു വന്നപ്പോൾ അവളുടെ മുഖത്തെ ചിരി കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ മുഖത്ത് ഈ ചിരി വരുത്തുവാൻ നമുക്ക് കഴിയും. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ആ യേശുവിനെ കൊടുക്കുക പ്രിയപ്പെട്ടവരെ. എത്ര വരുന്നൊരു തീരുമാനം നിങ്ങൾ ആ കാര്യത്തിൽ എടുക്കും, അല്ലേ? എവ്രിതിങ് വി ഹാവ് ഇസ് ടു ഗിവ് അവേ. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഒറ്റ കാര്യം, മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് വി മസ്റ്റ് റിസീവ് ഇറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പ്രാപിക്കണം. ആമോടെ മുഖത്തൊരു നല്ല ചിരിയുണ്ട്, നമ്മുടെ മുഖത്ത് എന്താ ചിരിയില്ലാത്ത? അല്ല, നിങ്ങളുടെ മുഖത്തെ ഇരിപ്പ് കണ്ടാൽ തോന്നും നിങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തീരുമാനം എടുക്കണം, ഒരുപാട് പരിഹാരം വരുത്തണം, അല്ലേ? ഒരുപാട് ചലഞ്ചസ് ആയിട്ട് മുമ്പിലുണ്ട്. ഒരു ഭരണത്തലവനാണ്. നിങ്ങളാരും മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ, അല്ലേ? നമ്മുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങൾക്കും ഇനി ഞാൻ വേണം. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, പഴയ ചില പാട്ടുകളുടെയൊക്കെ അർത്ഥം യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ. ഞാൻ ചോദിച്ചോട്ടെ, യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നപ്പം ആദ്യമായിട്ട് നിങ്ങൾ അനുഭവിച്ചൊരു സന്തോഷമുണ്ടോ? അടുത്ത ചോദ്യം, ആ സന്തോഷം വരെ വരെ കൂടി വന്നോ അതോ ഉള്ള സന്തോഷം കൂടെ പോയി കിട്ടിയോ? ഇന്ന് ഒത്തിരി പേരുടെ മുഖം കണ്ട ഞാൻ യേശുവിൽ വന്ന് അന്ന് പോയി എൻ്റെ സന്തോഷം എന്ന പോലെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ സന്തോഷമില്ലാത്തവർ നിങ്ങൾ പോയി ഈ യേശുവിനെ പറ്റി പറഞ്ഞാൽ അവരെന്തായിരിക്കും? ഈ പാർട്ടിക്കേ സന്തോഷമില്ല, ഇനി ഈ പാർട്ടിയുടെ യേശുവിനെ കാണാൻ നമ്മൾ സ്വീകരിച്ച ഇതായിരിക്കും എൻ്റെയും ഗതി.
അതിനേക്കാളും നല്ലത് എനിക്കിപ്പോൾ ഉള്ള സന്തോഷം മതി എന്ന് പറയും. വാസ്തവമായിട്ട് ആ സന്തോഷം നമുക്ക് വരണം. രക്ഷയുടെ സന്തോഷം മടക്കിത്തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് സഭ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മടക്കിത്തരണമേ. രക്ഷയുടെ ഒരു സന്തോഷം ഉണ്ടായി. രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവത്തോട്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, കയ്യിലുള്ള അല്പം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പം കർത്താവ് അതങ്ങ് അനുഗ്രഹിച്ചു വാഴ്ത്തി അനേകർക്ക് അനുഗ്രഹമാക്കി കൊടുത്ത കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ കണ്ടിട്ട് നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഒന്നാമത് ദൈവത്തിനറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം ഒറ്റയ്ക്ക് ചെയ്ത് ക്രെഡിറ്റ് എടുക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. ഗോഡ് വാണ്ട്സ് us to include us also in what he is going to do. അന്ത്യകാലത്ത് കർത്താവ് വരുന്നതിന് മുമ്പ് ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവസഭയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവപ്രവൃത്തി സഭയിലൂടെ ദേശത്തും അത് പരക്കും. പക്ഷെ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദേശത്ത് കർത്താവ് ചെയ്യുമ്പം അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മളെ ഉൾപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് ആ പ്രവൃത്തിയിൽ ഭാഗവാക്കാവുവാൻ നമുക്ക് മനസ്സുണ്ടോ? ആർ വി വില്ലിംഗ് ടു പാർട്ട്ണർ വിത്ത് ദ മിഷൻ ദാറ്റ് ഹി ഹാസ് അറ്റ് ദി എൻഡ് ടൈംസ്? അന്ത്യകാലത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയൊരു മിഷനുണ്ട്. അതിൽ ഞാനും നിങ്ങളും അതിൽ പങ്കെടുക്കുവാൻ തയ്യാറാണോ? ഒരു കാര്യം ഓർക്കണം, ദൈവം പ്രവർത്തിച്ച് തുടങ്ങുമ്പം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, 126 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് എന്താണ്? ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. 126 സങ്കീർത്തനം 1ഉം 3ഉം വായിച്ചാൽ അറിയാം. 126:1 യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. കണ്ടോ, ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില റിസ്റ്റോറേഷൻ ദൈവം ചെയ്യുമ്പം നമുക്കിരുന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്തെന്നോട്ട് തോന്നത്തുമില്ല. കാരണം നമ്മളല്ല ചെയ്തത്. അതാണ് കാര്യം. ഇതാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. വെൻ ഗോഡ് വർക്ക്സ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കാര്യം എന്താ? ഇത് യഹോവയാൽ സംഭവിച്ചു. ഇതുപോലെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കും, സഭകളിൽ നടക്കും, നമ്മുടെ ദേശത്ത് നടക്കും. ഇന്ന് നമ്മളെ നടുക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ നടുക്കുന്നതല്ല, അതിശയിപ്പിക്കുന്ന. ഇതെങ്ങനെ? ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിലോ ആശ്ചര്യം. ഇതിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പം സ്വപ്നം കാണുന്നവരെ പോലെ. അതിൻ്റെ 3-ാം വാക്യം, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ടോ, അന്ന് നമുക്ക് സന്തോഷിക്കുവാനൊരു വകയുണ്ട്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ വാക്യം നിങ്ങൾ അടിവരയിട്ടോണം. ഇത് നമ്മുടെ സാക്ഷ്യമായി തീരണം. ഇത് നിങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെ സാക്ഷ്യമായി തീരണം. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. ഞങ്ങളുടെ സഭയിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ കൂടി വന്ന് പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പാടുന്നത്? സന്തോഷം കൊണ്ട്. എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്? ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. God has done wonderful things in our life. That's why we rejoice. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ട് പറയാറുണ്ട്, ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വാട്ട്സ് ഗോയിങ് ഓൺ, ഗോഡ് ഡിഡ്ന്റ് ഡു ഇറ്റ്. എന്താണ് ഈ സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നെങ്കിൽ ദൈവം അല്ല ചെയ്തത്. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റുന്നു. കാര്യം ദൈവം അതിനകത്തില്ലായിരുന്നു, നമ്മളതങ്ങ് സംഭവിപ്പിക്കുകയായിരുന്നു. അങ്ങനെയല്ല. ഇനി നമ്മളെക്കൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എൻ്റെ ദൈവം ചെയ്യും. അന്ന് നമ്മൾ പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു, ഞങ്ങളുടെ കണ്ണിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇന്ന് ഇവിടെയാണ് നമുക്ക് ഏറ്റവും നിങ്ങളിപ്പോൾ ചിന്തിക്കും, പക്ഷേ ഈ പറയുന്നതൊക്കെ കൊള്ളാം, നല്ല കാര്യങ്ങളാണ്, എനിക്ക് ഇത് കേട്ടിട്ട് എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമായ കൊള്ളാം, ഈ പ്രവൃത്തിയൊക്കെ എനിക്കും ചെയ്യണം, ഇതുപോലെ എനിക്കും സാക്ഷിയാവണം, എനിക്കും ഇതുപോലെ ആ സന്തോഷം അനുഭവിക്കണം എന്നൊക്കെ നിങ്ങൾ പറയും. ഇതെങ്ങനെ എനിക്ക് പോയി ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ദൈവം നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു കാര്യമാണുള്ളത്. ആ ഒരൊറ്റ കാര്യത്തിന്
2 വാക്കേ ഉള്ളൂ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ 2 അക്ഷരമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ 5 അക്ഷരമുണ്ട്. ഏതാണെന്നറിയാമോ? ദൈവം നമുക്ക് കൃപ. ഇംഗ്ലീഷിൽ 5 അക്ഷരം, ഗ്രേസ്. എന്താണ് ഈ ഫെമിലിയർ വേർഡ് ഗ്രേസ് എന്നുള്ളത്? നമുക്ക് നല്ല പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ മക്കളുടെയൊക്കെ പേരെന്തുവാണ്? മൂത്ത മോള് ഗ്രേസ്, രണ്ടാമത്തത് എപ്സിബ, മൂന്നാമത്തത് ഫേബ, നാലാമത്തത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പേരുകളെല്ലാം പാസ്റ്റർമാരുടെ മക്കൾക്കായിരിക്കും. ചെറുക്കന്മാരാണെങ്കിൽ സാം. എന്താ നിങ്ങൾ ചിരിച്ചു കളഞ്ഞ? അത്രയ്ക്കൊരു മോശം വാക്കാണോ? നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാകുമ്പോൾ ആ ചെറുക്കനാണ് ഇടുന്നത്. സാമുവൽ എന്നുള്ളതാണ് ഈ സാം എന്നിട്ടത്. ചുമ്മാ വായിക്കൊള്ളാത്ത പേരൊക്കെ ഇടുന്ന, അർത്ഥമില്ലാത്ത പേരുകളിടുന്നേക്കാളൊക്കെ നല്ലത് ബൈബിളിലെ പേരൊക്കെ ഇട്, അല്ലേ? അപ്പം നോക്കിയേ, ഇവിടെ ഈ കൃപ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മനോഹരമായ വാക്ക് വേറെയില്ല. ഈ കൃപയെപ്പറ്റി, അതിനെപ്പറ്റി ഒരിക്കലും ഒരു ദൈവാസം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ നാട്ടിൽ, അവളുടെ മലയിൽ ആണ് താമസം, വെള്ളമില്ല. ഇവളെന്നും ഒരു കുടവും എടുത്ത് ചുമന്നുകൊണ്ട് എത്രയോ മൈൽ നടന്ന് പോയി ആരാണ്ട് കുഴിച്ച് വെച്ച് അവിടെ ഇച്ചിരി വെള്ളം ഊറിക്കിടക്കും. അത് പോയി കോരിക്കൊണ്ട് വന്നാണ് അവളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം. അവിടെ അവളുടെ നാട്ടിലെങ്ങും കുളമില്ല, ആറില്ല, കടൽ അവൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കിണർ കുഴിച്ചാലും വെള്ളം കാണത്തില്ല. കഷ്ടിച്ച് നേരം വെളുത്ത് ഊറിക്കിടക്കുന്ന വെള്ളം മാത്രമേ അന്ന് പകലത്തേക്കുള്ളൂ. അപ്പോൾ വെള്ളം എന്നൊരു സാധനം കണ്ടിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഇവൾ വരുന്നത്. ഒരു ദിവസം എന്ത് ചെയ്തു? ആരോ ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ഒത്തിരി ദൂരെ കൊണ്ടുപോയി ഒരു കടപ്പുറത്ത് കൊണ്ട് നിർത്തിയേച്ച്, നോക്കിയേ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അവളെന്താ കണ്ടത്? ജീവിതത്തിൽ അവളൊരു കിണറ്റിനകത്ത് പോലും വെള്ളം കിടക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു പെണ്ണ് ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ സമുദ്രം കണ്ടു. ഈ സമുദ്രം കണ്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവളങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി. അവൾ നോക്കിയപ്പം വേവ് ആഫ്റ്റർ വേവ് ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിച്ചടിച്ച് കയറി വരുന്നു. വെള്ളം, മുഴുവൻ വെള്ളം, സർവത്ര വെള്ളം, അല്ലേ? അപ്പം അവൾ കരയാൻ തുടങ്ങിയപ്പോൾ ആരോ ചോദിച്ചു, വൈ ആർ യു വീപ്പിങ്? നീ എന്തിനാ കരയുന്നത്? ഈ കടൽ കണ്ടപ്പോൾ നിനക്ക് സന്തോഷമല്ലേ? നീ എന്തിനാണ് ഈ കടൽ കണ്ടിട്ട് കരയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് സോ ഗുഡ് ടു സീ സംതിങ് ദാറ്റ്സ് ദെയർ പ്ലെൻറ്റി ഓഫ്. ഒത്തിരി ഉള്ള വെള്ളം കണ്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷം സഹിക്കാൻ വയ്യ. ഇനി വെള്ളം കണ്ടിട്ടില്ലാത്തവൾ കടൽ കണ്ടപ്പം സന്തോഷിച്ചെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ കൃപയും ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടുന്നോളം അധികവും കൃപ നമുക്ക് ചൊരിയാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അല്ലേ? ഇന്ന് ഈ പറഞ്ഞ ഈ ഒരു ഉദാഹരണങ്ങളുടെ മനസ്സിൽ നിന്ന് പോരുത്. ഇതുപോലെ ദൈവം കൃപ ചൊരിയാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ ആ കൃപ നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ ആ കൃപ കൈനീട്ടി നമ്മൾ മേടിക്കണം. പക്ഷേ ഈ കൃപയ്ക്ക് ഒന്നുണ്ട് കുഴപ്പങ്ങളുള്ളത്. വി ഡോണ്ട് ഏൺ ഗ്രേസ്. എന്താണ്? എനിക്കിത് അർഹിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലൊന്നും കിട്ടത്തില്ല. അതിൻ്റെ അർത്ഥം വി ഡോണ്ട് ഡിസേർവ് ഗ്രേസ്. അതാണ് സത്യം. എനിക്കിത് അർഹിച്ചിരുന്നില്ല, പക്ഷേ ഐ ഓൺലി റിസീവ് ഇറ്റ് ആസ് എ ലവിങ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവം എനിക്ക് ദാനമായി തരുമ്പം ഞാനത് 2 കൈ നീട്ടി ഞാനത് മേടിക്കുന്നു മാത്രമേ ഉള്ളൂ. അവിടെയാണ് പൗലോസ് പറയുന്നത്. എൻ്റെ വാക്ക് ഞാൻ നിർത്താൻ പോവുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 1 Corinthians chapter 15 verse 10. പൗലോസിനെ പോലുള്ള ഒരു അപ്പോസ്തലൻ, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. സത്യം പറഞ്ഞാൽ ആലോചിക്കേ, നമ്മളൊക്കെ ചില നേരം ഈ അഹങ്കാരം വരുമ്പം ചില വർത്തമാനമൊക്കെ ഉണ്ട് നമുക്ക്. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് എന്താ പറയുന്നത്? ഞാൻ ആരാണെന്നറിയാമോ? എന്നെക്കൊണ്ട് എന്ത് കഴിയുമെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ നമ്മൾ വലിയ വീരവാദം അടിക്കത്തില്ലേ? ഇവിടെ പൗലോസ് എല്ലാം കഴിഞ്ഞിട്ട് പറയുക, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. തിരുവല്ല സൈഡിലല്ലേ അങ്ങളെ ഒരു വിശ്വംഭരം ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവകൃപ എന്താണെന്ന് അറിഞ്ഞാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട ശേഷം പുള്ളിക്ക് പിന്നെ ഒറ്റ താല്പര്യമുള്ളൂ, ഈ ദൈവകൃപ എനിക്ക് എല്ലാവരോടും ചെന്ന് സാക്ഷിക്കണം. അദ്ദേഹം നേരെ ചെന്ന് പേര് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തി. പുള്ളിയുടെ ഫസ്റ്റ് നെയിം ഇട്ടു. എന്താണ്? കൃപയാൽ വിശ്വംഭരൻ. ആരെങ്കിലും ചോദിച്ചാൽ എന്താ ബ്രദറെ പേര്? പേര് കൃപയാൽ വിശ്വംഭരൻ. എന്താണ് പ്രശ്നം? എന്താ? പുള്ളിയുടെ പേര് ചോദിച്ചാൽ അതിൽ കൂടെ എന്ത് ചേർത്തേ പറയത്തുള്ളൂ? കൃപയാൽ വിശ്വംഭരൻ. ഇന്ന് നമ്മളൊക്കെയോ
നമ്മുടെ പേരിൽ എവിടെയെങ്കിലും ഗ്രേസ് ഉണ്ടോ? ഇതാണ് പ്രശ്നം അല്ലേ? അപ്പം ആ മനുഷ്യനൊരു കാര്യം തീരുമാനിച്ചു, ഞാനാകുന്നത് ദൈവകൃപയാൽ. എവിടെ പേരെഴുതിയാലും കൃപയാൽ, എവിടെ ഒപ്പിട്ടാലും കൃപയാൽ, എവിടെ ആരോട് പറഞ്ഞാലും കൃപയാൽ, പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കൃപയാൽ അല്ലേ? എന്ത് നല്ലൊരു മാതൃകയാണ് ഞാൻ ചിലപ്പോൾ ഓർക്കും. അപ്പോൾ ഇവിടെ പൗലോസ് പറയാം, ഞാനാകുന്നത് ദൈവകൃപയാൽ. അടുത്തത്, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. കണ്ടോ, എന്നോട് ദൈവം കാട്ടിയ കൃപ വ്യർത്ഥമായില്ല. അതിൻ്റെ അർത്ഥം ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരോടും ദൈവം കൃപ കാണിച്ചു. പക്ഷേ ചോദ്യം, ആ കൃപ വേസ്റ്റായോ? ഈ ഓരോ സർക്കാരിന് കേന്ദ്ര സർക്കാർ ഓരോ വർഷം അലോക്കേറ്റ് ചെയ്ത് കുറച്ച് ബഡ്ജറ്റിൽ കുറേ പൈസ കൊടുക്കും അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ പദ്ധതികൾക്കും എല്ലാം കൊടുക്കും. പക്ഷെ അതെടുത്ത് ആ വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ ആ 31 എന്താവും? ലാപ്സാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം കൃപ ലാപ്സായി. ഈ ലാപ്സായ കൃപയ്ക്ക് നമ്മളൊന്ന് കണക്ക് കൊടുക്കണ്ടേ? നമ്മൾ മോളിൽ ചെന്ന് വല്ല വേദനയും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ചെന്ന് അയ്യോ വന്ന് പെട്ട് എൻ്റെ കർത്താവേക്ക് എന്ത് അയ്യോ പറയേണ്ട കർത്താവേ, ഞാൻ കിടന്ന് പെട്ടുപോയി, ഓ കർത്താവേക്ക് ഇത്ര കിടന്ന് പെടാൻ എന്തോന്ന്? അല്ല, നിനക്ക് കൃപയുണ്ടായിരുന്നില്ല. എന്തോന്ന് കൃപ? ആ കണക്കേം കൊണ്ടുപോവാ, ഒരു ദൂതം കൊണ്ടുവരും. നീ ഉണ്ടായപ്പോൾ തൊട്ട് നിന്നെ ഏതാണ്ട് ഇന്നിങ്ങ് വിളിക്കുന്നവരെ നിനക്ക് ഇവിടുന്ന് അലോട്ട് ചെയ്തിരുന്ന കൃപയാണ്. ഇതൊന്നും പാവം അറിഞ്ഞില്ല, മൊത്തം ലാപ്സായിപ്പോയി. ഓരോ വർഷവും ഇത് ലാപ്സായി പോവുക. ഇതുപോലെ ലാപ്സാക്കല്ലേ ദൈവകൃപ. പൗലോസ് പറയാ, എന്നോടുള്ള അവൻ്റെ കൃപ ലാപ്സായില്ല, വ്യർത്ഥമായില്ല. അടുത്തത്, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഈ പൗലോസ് നേരത്തെ കേട്ട പോലെ 12 പേരുടെ കൂട്ടത്തിൽപ്പെട്ട അല്ല. പക്ഷേ ഇപ്പം തൻ്റെ ഇടപെട്ട് പറയുക, നെഞ്ചുയർത്തിക്കൊണ്ട് പറയാം, അവരെല്ലാവരെക്കാളും, അല്പം അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, അവരെല്ലാവരെക്കാട്ടിലും ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് ഓർത്തത്, ഇങ്ങനെ കോളർ പിടിച്ച് പൊങ്ങി വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ അത് ശരിയല്ല, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പം അദ്ദേഹം ആയിരിക്കുന്നത് ദൈവകൃപ, അദ്ദേഹം എന്തെങ്കിലും ചെയ്തെങ്കിൽ ദൈവകൃപ. ആ ദൈവകൃപ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ലാപ്സായില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അവസാനത്തൊരു വാക്യം വായിച്ച് ഞാൻ നിർത്താം. 2 കൊരിന്ത്യർ 9:8, 2 Corinthians 9:8, 2 കൊരിന്ത്യർ 9:8. ഇത് നിങ്ങളോടുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ അന്യോന്യം നമുക്ക് ആശംസിക്കാവുന്നൊരു നല്ല പ്രാർത്ഥനയാണ്. എന്താണ്? നിങ്ങൾ സകലത്തിലും ഇൻ എവ്രിതിങ് എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി, എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരൊക്കെ ഒന്ന് കൈവകിക്കേ. എപ്പോഴും പൂർണ്ണ തൃപ്തി. മുകളിലോട്ട് ഉണ്ണാൻ പോകുമ്പോൾ അറിയാം. തിരിച്ച് വീട്ടിൽ പോകുമ്പം, വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം കേട്ടോ, അവിടെ നിന്ന് എന്തുവാ കൈ പോക്കിയത്? എപ്പോഴും തൃപ്തി ഉണ്ടെന്നല്ലേ പറഞ്ഞു, പിന്നെ വീട്ടിൽ വന്നതിനാ ഇപ്പോൾ കുറ്റം പറയുന്നത് അല്ലേ? പിടിച്ചോണം കേട്ടോ, പിടിച്ചോണം. ഇന്നെല്ലാം എവിടെ ഇരുന്നുകൊണ്ട് എല്ലാം കൈയൊക്കെ പോക്കി, അയ്യോ എനിക്ക് എപ്പോഴും തൃപ്തിയാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ പൗലോസ് പറയേ, നിങ്ങൾ എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സൽപ്രവൃത്തി, ഗുഡ് വർക്ക്സ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഗുഡ് വർക്ക്സിന് വേണ്ടിയാണ്. ആ ഗുഡ് വർക്ക്സ് മുഴുവൻ ചെയ്യണം. അടുത്തത്, പെരുകി വരുമാറ്, അത് പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും. കണ്ടോ, നിങ്ങളിൽ സകല കൃപയും. അതിൻ്റെ അർത്ഥം നമ്മളിൽ കൃപ, അത് സകല കൃപയും പെരുക്കുവാൻ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം ശക്തൻ. ആ ഒരൊറ്റ വാക്യത്തിൽ എത്ര കൃപയുണ്ടെന്ന് പെട്ടെന്ന് എണ്ണി പറയാമോ? പൗലോസിൻ്റെ ഒരൊറ്റ വാക്യത്തിൽ കൃപ എത്ര ഇടം നോക്കി. ഇതാണ് നമുക്കും ഇന്ന് വേണ്ടത് പ്രിയപ്പെട്ടവരെ. സകലത്തിലും, ഇൻ എവ്രിതിങ് എനിക്ക് വേണ്ടത് ദൈവകൃപ. ആ ദൈവകൃപ എനിക്കുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് തൃപ്തി? പൂർണ്ണ തൃപ്തി. നമുക്കില്ലാത്തൊരു സാധനം എന്താ? തൃപ്തിയോടുകൂടിയ ഭക്തി വലിയ ആദായമാകുന്നു. അത് മലയാളം ബൈബിളിൽ ട്രാൻസ്ലേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അലംഭാവത്തോടുകൂടിയ, അലംഭാവം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എൻ്റെ അർത്ഥം അറിയാം?
അലമ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അലംഭാവം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? അതുകൊണ്ടാണ് പറഞ്ഞത് ആ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഇസ് ഗ്രേറ്റ് ഗെയിൻ. കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ തൃപ്തി. അപ്പം തൃപ്തിയോടുകൂടിയ ഭക്തി വലിയ ആദായം. ഇന്ന് ഭക്തിയുള്ളവന് തൃപ്തിയില്ല, തൃപ്തിയുള്ളവന് ഭക്തിയില്ല. നിങ്ങൾക്കറിയാമോ, എത്രയോ അക്രൈസ്തവർ നല്ല തൃപ്തിയോടെ ജീവിക്കുന്നതിനുള്ളൂ, പക്ഷെ അവർ ഈ പറഞ്ഞ ഭക്തിയില്ല. നമ്മൾ വലിയ ഭക്തരാണ് പോലും, ഒന്നിലും തൃപ്തി ഇല്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി, അടുത്തത് സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. നമ്മുടെ ഗുഡ് വർക്ക്സ് ഇനിയും കൂടിക്കൂടിയാ വരണം. അടുത്തത് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ. ഇപ്പോൾ ഉള്ള കൃപയെ പെരുക്കിത്തരാം, മൾട്ടിപ്ലൈ ചെയ്ത് തരാം എന്നാണ് കർത്താവ് പറയുന്നത്. ശക്തനാകുന്നു ദൈവം. എത്ര പേരെന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ദൈവമേ നിൻ്റെ കൃപ എനിക്ക് മതി. ആ വെള്ളം കണ്ടിട്ടില്ലാത്ത പെൺകുട്ടി കടൽക്കരയെ കൊണ്ട് നിർത്തിയപ്പം അവൾ ഇത്രയും വെള്ളം കണ്ട് അവൾ കരഞ്ഞതുപോലെ ദൈവകൃപയുടെ ആഴം, ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവകൃപ ദൈവം തന്നോണ്ടാണ്. അങ്ങനെയെങ്കിൽ എത്ര പേരെന്നൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ കൃപ മതി, കർത്താവേ ആ കൃപ മതി. ഞാൻ ചിലപ്പം ചിന്തിക്കും, ആ ഭക്തൻ എഴുതിയൊരു പഴയ പാട്ട് എന്ത് മനോഹരമാണ്. എന്താണ്? കൃപ കൃപ ഒന്നൻ ആശ്രയം. ആ കൃപയിലാണ് എൻ്റെ ആശ്രയം. അടുത്തത് കൃപ കൃപ ഒന്നൻ ആനന്ദം. ഇനി അങ്ങനെ എഴുതാതെ പോയൊരു കാര്യമുണ്ട്, ആ കൃപ തന്നെയാണ് നമ്മുടെ ആശ്വാസവും. എൻ്റെ ആശ്രയവും എൻ്റെ ആനന്ദവും എൻ്റെ ആശ്വാസവും ദൈവകൃപ തന്നെ ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നിവിടെ കടന്നു വന്ന എല്ലാവരും ആ ദൈവകൃപ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുക. ആ ദൈവകൃപ അനുദിനം നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവത്തോട് ചോദിച്ചു കൊള്ളുക. പക്ഷെ ദൈവം തരുമ്പം റേഷനായിട്ടല്ല തരുന്നത്. ആ കടലിൽ എത്ര വെള്ളമുണ്ടെന്ന് ആരും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ദ അബണ്ടൻസ് ഓഫ് ഗ്രേസ് ഇസ് അവൈലബിൾ ഫോർ ഈച്ച് വൺ ഓഫ് us. പക്ഷെ ആ കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സകല സൽപ്രവൃത്തിക്കും നമുക്കൊരുങ്ങാമോ? കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കേൾപ്പിച്ച ദൈവത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ഞങ്ങൾ സഭയിലേക്ക് കയറി വരുന്നത് ഞങ്ങൾക്ക് ചില ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടിയല്ല, അതുണ്ട് കർത്താവേ. പക്ഷേ ഇവിടെ വന്ന് കർത്താവേ, ഞങ്ങൾ സകല സൽപ്രവൃത്തിക്ക് മാത്രമല്ല സകല വേലയ്ക്കും ഞങ്ങൾ സജ്ജമായി ഞങ്ങൾ പുറത്തോട്ട് പോയി കർത്താവേ. ഞങ്ങൾക്കൊരു ശുശ്രൂഷ പുറത്തുണ്ടപ്പ, ഞങ്ങളുടെ പുറത്തൊരു ലോകമുണ്ട് കർത്താവേ. അവരിലേക്ക് പോയി യേശുവിൻ്റെ സാക്ഷിയാവുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ പേരുപേരായി കുടുംബമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അതിനായിട്ട് നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.